നമസ്കാരം, ഡോക്ടർ എലിസബത്താണ് സംസാരിക്കുന്നത്. ഇന്ന് സംസാരിക്കുന്നത് ആൾക്കാർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കായിട്ടാണ് പറയുന്നത്. വാട്ടർബോട്ടിസം എന്ന് പറയും. അതായത് ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വഴക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് ഒരു പ്രശ്നത്തിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. ആ പ്രശ്നം തീർക്കാനായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നവർ എന്ത് ചെയ്യും, ഉടനെ തന്നെ ആ പ്രശ്നത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയും, നീ പണ്ട് അങ്ങനെ ചെയ്തില്ലായിരുന്നോ, നീ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണ് അപ്പം. അതായത് ഇപ്പോഴത്തെ പ്രശ്നത്തിനെ ഡിസ്കസ് ചെയ്യുന്നതിന് പകരമായിട്ട് അവരെ ഇമോഷണലി ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട്, ഓപ്പോസിറ്റിക്കുന്ന ആളെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട്, നീ പണ്ട് അങ്ങനെ പ്രവർത്തിച്ചില്ലായിരുന്നോ, നീ അങ്ങനെ പ്രവർത്തിച്ചില്ലായിരുന്നോ, നീ അതല്ലായിരുന്നു, നീ ആ ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്തത്, ഇങ്ങനെ ആ ടോപ്പിക്കിനെ മാറ്റിയിട്ട് വേറൊരു പഴയ പ്രശ്നത്തിനെ അവർ പെട്ടെന്ന് എടുത്തിടും. അപ്പം നമുക്ക് മിണ്ടാട്ടം മുട്ടിപ്പോകുന്ന ഒരു അവസ്ഥ. അതായത് ആ ഒരു സിറ്റുവേഷനെ പരിഹരിക്കുന്നതിന് പകരമായിട്ട് പഴയ പ്രശ്നങ്ങൾ, നീ അത് ചെയ്തില്ലായിരുന്നു ഇത് ചെയ്തില്ലായിരുന്നു എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഈ പ്രശ്നത്തിനെ പരിഹരിക്കുന്നതിന് ഫോക്കസ് ചെയ്യാതിരിക്കുക. അതൊരു പ്രത്യേക തരത്തിലുള്ള മാനിപ്പുലേഷൻ ആണ്. ഇത് മാനിപ്പുലേഷൻ ആണെന്ന് നമുക്കും മനസ്സിലാവണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പം ഇന്നത്തെ ഈ ടോപ്പിക്ക് വാട്ടർബോട്ടിസം എന്ന് പറയുന്ന ഈ മാനിപ്പുലേഷൻ കുടുംബ ബന്ധങ്ങളിലും വഴക്കുകളിലെല്ലാം ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് മാത്രമാണ്. അപ്പൊ അതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അസർട്ടീവായി സംസാരിക്കണം. ആ പ്രശ്നമല്ല ഇപ്പൊ നമ്മൾ ഈ പ്രശ്നത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഇതാണ് നമ്മളിപ്പോ പരിഹരിക്കേണ്ടത് എന്ന് ധൈര്യത്തോടെ പറയാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. എല്ലാവർക്കും നല്ലൊരു ബന്ധങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഡോക്ടർ എലിസബത്ത് ജോൺ ഫ്രം ലൈഫ് കെയർ കൗൺസിലിംഗ് സെന്റർ. താങ്ക് യു.